മുസണ്ടം ഗവർണറേറ്റിലെ ദിബ്ബയിലുള്ള ഒരു പർവ്വത പ്രദേശത്ത് പാറ ഖനനം ചെയ്യുന്ന സൈറ്റിൽ ഒരു അപകടമുണ്ടാവുകയും ഒരാൾ മരണപ്പെട്ടതായും വിവരങ്ങൾ ലഭിക്കുന്നു. ഈ പാറ ഖനനത്തിനായി ഉപയോഗിക്കുന്ന ഹെവി ഡ്യൂട്ടി എക്യുപ്മെന്റ് പ്രവർത്തിപ്പിച്ചിരുന്ന ഡ്രൈവറാണ് മരണപ്പെട്ടത്. ഈ പ്രോസസ്സ് ചെയ്യുന്നതിനിടയിൽ ഇദ്ദേഹത്തിന്റെ മുകളിലേക്ക് പാറ കഷ്ണം വന്ന് വീഴുകയായിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒമാൻ എയർ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന ഏതാനും ചില സർവീസുകൾ ഉണ്ടായിരുന്നു. അത് പുനരാരംഭിച്ചതായി സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ദുബായ്, ദോഹ, മനാമ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള ഒമാൻ എയറിന്റെ സർവീസുകളാണ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച രാത്രി വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സൊഹാറിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരു ഫാക്ടറിക്കുണ്ടായ വലിയ തീപിടുത്തത്തിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപകട കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. ആളപായമോ മറ്റ് പരിക്കുകളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ മണിക്കൂറുകളോളം നീണ്ട പ്രയത്നം വേണ്ടിവന്നു എന്നാണ് സിവിൽ ഡിഫൻസ് അറിയിക്കുന്നത്. എന്നിരുന്നാലും സമയത്ത് തന്നെ അവരുടെ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്കും കടകളിലേക്കും ഫാക്ടറികളിലേക്കും ഒക്കെ തീ പടരുന്നത് തടയാനായി എന്നുള്ളതും ആശ്വാസകരമാണ്. ഖരീഫ് സീസണിന്റെ വരവറിയിച്ച് പ്രദേശവാസികൾക്ക് പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ സലാലയുടെ ഏതാനും ഭാഗങ്ങളിൽ ഇന്ന് ചാറ്റൽ മഴയുണ്ടായതായി വിവരങ്ങൾ. ഔദ്യോഗികമായി ഖരീഫ് സീസൺ ആരംഭിച്ചത് മുതൽ തന്നെ സഞ്ചാരികളുടെ ഒരു സാന്നിധ്യം സലാലയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പബ്ലിക് ഹോളിഡേയ്സ് വരുമ്പോൾ കൂടുതൽ സഞ്ചാരികളെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ സലാലയിലേക്ക് പ്രതീക്ഷിക്കുന്നത്. ഹിജ്റ പുതുവർഷം 1447 മുഹറം 1 നാളെ വെള്ളിയാഴ്ചയായിരിക്കുമെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഒമാൻ നൽകി കഴിഞ്ഞു. ചാന്ദ്രപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഇന്ന് 2025 ജൂൺ 26 വ്യാഴാഴ്ച ദുൽഹജ്ജ് 30 പൂർത്തിയാക്കി നാളെ ജൂൺ 27 വെള്ളിയാഴ്ചയായിരിക്കും മുഹറം 1. ഒമാൻ മലയാളത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ.